ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു ക്രാഷ് കോഴ്സ് തുടങ്ങുകയാണ് റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട്. സോ ഗ്രൂപ്പ് ഡിക്കും NTPCക്കും യൂസ്ഫുള്ളാണിത്. രണ്ടിനും കൂടെ യൂസ്ഫുള്ളായ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരിക. NTPC എക്സാമിന് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ റെയിൽവേ എക്സാംസിനായിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാത്തിനും തന്നെ ജനറൽ സയൻസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് അതിൽ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാം ഉണ്ട് എങ്കിൽ കൂടെ അത് സയൻസ് സബ്ജക്റ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് ബയോളജിയാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ബയോളജിയിലെ ചാപ്റ്റർ 1 ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മളത് ഇന്ന് ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം തുടക്കം തന്നെ നമ്മൾ ബേസിക് എന്ന് തുടങ്ങാം. വാട്ട് ഈസ് ബയോളജി? സിംപ്ലി ദ സ്റ്റഡി ഓഫ് ലൈഫിനെയാണ് എന്ത് പറയുന്നത്, ബയോളജി എന്ന് പറയുന്നത്. അതായത് ലിവിങ് തിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ലിവിങ് ബീയിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ പറ്റിയിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോളജി എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിതാക്കന്മാരെക്കുറിച്ച്, വേർഡ് കോയിൻ ചെയ്തവരെക്കുറിച്ച് എല്ലാം അറിയണം. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാ? അരിസ്റ്റോട്ടിലാണ്. ഒരുപാട് സ്റ്റഡീൻ്റെ പിതാക്കന്മാരിൽ ഉൾപ്പെടുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ. സോ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. ഫാദർ ഓഫ് ബയോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ടേം ബയോളജി ആരാണ് കോയിൻ ചെയ്തത്? ബയോളജി എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലാമാർക്കും ട്രിവറാനസുമാണ്. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലും ടേം ബയോളജി കോയിൻ ചെയ്തത് ലാമാർക്ക് ആൻഡ് ട്രിവറാനസ് ആണെന്നുള്ളത് ഓർക്കുക. ബയോളജി എന്നുള്ള വേർഡ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. ബയോസിന്റെ മീനിങ് ലൈഫ് എന്നാണ്. അതുപോലെ ലോഗോസിന്റെ മീനിങ് സ്റ്റഡി എന്നാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫാദർ ഓഫ് ബയോളജിയാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. ഈ ബയോളജിയുടെ തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി. അപ്പം നമ്മൾ ആദ്യം ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യം കണക്ട് ചെയ്യാം. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണെന്ന് പറഞ്ഞു. സുവോളജിയുടെ ഫാദറും അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇപ്പോൾ സുവോളജിയിലാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? അനിമൽസിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ, മനുഷ്യന്മാർ. അരിസ്റ്റോട്ടിൽ ഒരു മനുഷ്യനാണ്. അപ്പം മനുഷ്യനും ഹ്യൂമൻ ബീയിങ്സും അനിമൽസുമായിട്ടുള്ള, മനുഷ്യനൊരു സോഷ്യൽ അനിമൽ അല്ലേ, അപ്പോൾ അനിമൽസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഏതാണ്? സുവോളജിയിലാണ് പറയുന്നത്. അപ്പോൾ സുവോളജിയുടെ ഫാദറും ബയോളജിയുടെ ഫാദറും അരിസ്റ്റോട്ടിലാണെന്നുള്ളത് തെറ്റിപ്പോവാതെ ഓർക്കുക. ഇനി നമുക്ക് ബോട്ടണിയിലോട്ട് വരാം. ബോട്ടണി എന്താണ്? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്, ബോട്ടണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോട്ടണിയുടെ പിതാവ്, ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് ആരാ? തിയോഫ്രാസ്റ്റസ് ആണ്. എന്താണ്? ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. അതുപോലെ തന്നെയാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എന്ത് പറയുന്നത്, മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മൈക്രോബയോളജിയാണ് ലൂയിസ് പാസ്ചർ. പാസ്ചറൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു നിശ്ചിത അളവിൽ ചൂടാക്കിയിട്ട് തിരിച്ച് സഡനായിട്ട് ഒരു നിശ്ചിത അളവിൽ തണുപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൂയിസ് പാസ്ചർ പറയുന്ന സമയത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇതാണ് ജേം തിയറി. ജേം തിയറി പ്രപ്പോസ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ ആരാ? ലൂയിസ് പാസ്ചർ ആണെന്ത് ജേം തിയറി പ്രപ്പോസ് ചെയ്തത്. അതുകൂടെ ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സോ മൈക്രോബയോളജിയുടെ ഫാദർ ആണ് ആര്? ലൂയിസ് പാസ്ചർ. പാസ്ചറൈസേഷൻ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ ജേം തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. പിതാക്കന്മാര് 3 പേര് നമ്മൾ പറഞ്ഞു. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. അതിന്റെ കൂടെ തന്നെ സുവോളജിയുടെയും കൂടെ പറഞ്ഞു. സുവോളജിയുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ബയോളജിയുടെയും സുവോളജിയുടെയും പിതാവ് അരിസ്റ്റോട്ടിലാണ്. ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. മൈക്രോബയോളജിയുടെ പിതാവ് ലൂയിസ് പാസ്ചർ ആണ്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലോട്ട് വരികയാണ്. ആദ്യമായിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യമായി കൊണ്ടുവന്നത് കാൾ ലീനിയസ് ആണെന്നുള്ളത് ഓർക്കുക. അപ്പം ആദ്യമായിട്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ
പ്ലാന്റേ അനിമേലിയ. 2 ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്ലാന്റേ അനിമേലിയ. അതിൽ നിന്നുള്ള പോരായ്മകളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ ഇടയിലും കുറേ ഉണ്ട്, പക്ഷെ നമ്മളിന്ന് 2 കിങ്ഡത്തിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്, 5 കിങ്ഡം ആണ് പറയുന്നത്. സോ ബേസിക് ആയിട്ട് ആദ്യം വന്നത് ഏതാണ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്തത് കാൾ ലീനിയസ് ആണ്. അതിൽ പ്ലാന്റേയും അനിമേലിയയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇവോൾവ് ചെയ്ത് 5 കിങ്ഡം ഒക്കെ ആയതെന്ന് വെച്ചാൽ കുറേ ലിവിങ് ബീയിങ്സിനെ ഈ പ്ലാന്റേയിലും ഉൾപ്പെടുത്താൻ പറ്റില്ല, അനിമേലിയയിലും ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അതിൻ്റെ മോഡിഫൈഡ് വേർഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൾ ലീനിയസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് 1-2 പോയിന്റ്സും കൂടെ പറഞ്ഞിട്ട് നമ്മൾ 5 കിങ്ഡത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പം കാൾ ലീനിയസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. സോ അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ആളാണ് എന്ത്, ആര്, കാൾ ലീനിയസ്. സോ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് ആരാണ്, കാൾ ലീനിയസ് ആണ്. അതുപോലെ തന്നെ കാൾ ലീനിയസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ബൈനോമിയൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ബൈനോമിയൽ ക്ലാസിഫിക്കേഷൻ? എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സയന്റിഫിക് നെയിംസും അതെന്താണ്, ലാറ്റിൻ നെയിംസ് ആണ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ സയന്റിഫിക് നെയിം കോമൺ ആയിട്ട് ലോകത്തിലുള്ള എല്ലാ സയന്റിസ്റ്റിനും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെയിം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 പേരുകളാണ് എപ്പോഴും ഉണ്ടാവുക. അതിൽ ആദ്യത്തെ നെയിം സൂചിപ്പിക്കുന്നത് ജീനസിനെയും സെക്കൻഡ് പാർട്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് നെയിം സൂചിപ്പിക്കുന്നത് സ്പീഷീസിനെയാണ്. ഉദാഹരണത്തിന് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സമയത്ത് ഹോമോ എന്നുള്ളത് ജീനസും സാപ്പിയൻസ് എന്നുള്ളത് സ്പീഷീസുമാണ്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ കാൾ ലീനിയസിന്റെയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നതും ആരാണ്, കാൾ ലീനിയസ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 2 ഒരു ടേംസ് ആണ് പ്രോകാരിയോട്സും യൂകാരിയോട്സും. എന്താണ് പ്രോകാരിയോട്സ് അല്ലെങ്കിൽ എന്താണ് യൂകാരിയോട്സ് എന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പ്രോകാരിയോട്സിന് എന്തുണ്ടാവില്ല, ന്യൂക്ലിയസ് ഉണ്ടാവില്ല. യൂകാരിയോട്സിന് എന്തുണ്ടാവും, അതൊരു കംപ്ലീറ്റ് സെല്ലാണ്, അതിന് എന്തുണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ അതിൽ ഓർത്തിരിക്കേണ്ടത്. അത് തെറ്റിപ്പോവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ യു ക്യാരി ന്യൂക്ലിയസ്, അതിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. യൂകാരിയോട്സിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതിന് നമ്മൾ ഓർത്തു വെക്കാനാണ് എന്ത് പറയുന്നത്, യു ക്യാരി ന്യൂക്ലിയസ്. അതിലത്തെ പേരിൽ തന്നെ ഉണ്ട്, ഓർത്തു വെക്കുക. യു ക്യാരി ന്യൂക്ലിയസ് ആണ് എന്ത്, യൂകാരിയോട്സ്. ന്യൂക്ലിയസും കൊണ്ടാണ് എന്ത് വരുന്നത്, യൂകാരിയോട്സ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് ഇതില് പ്രോകാരിയോട്സിൽ, അതിൽ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. സോ നമ്മൾ ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് റോബർട്ട് ഹാർഡിംഗ് വിറ്റാക്കർ അഥവാ RH വിറ്റാക്കർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാണ്, റോബർട്ട് ഹാർഡിംഗ് വിറ്റാക്കർ അഥവാ RH വിറ്റാക്കർ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 കിങ്ഡത്തിൽ ആരൊക്കെയാണ് ഉള്ളത്, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ, അനിമേലിയ. ആരൊക്കെയാണ്, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ, അനിമേലിയ. പ്രധാനമായിട്ടും നമ്മൾ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രോകാരിയോട്ടും യൂകാരിയോട്ട് ആയിട്ടാണ്. എന്താണ് പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവില്ല, ന്യൂക്ലിയസ് ഉണ്ടാവില്ല. യൂകാരിയോട്ടിൽ എന്തുണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും. നിങ്ങൾ ഈ ചാർട്ട് നോക്കുക. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ അതിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതില് യൂണിസെല്ലുലാർ ഒരേ ഒരു സെല്ല് മാത്രമുള്ള കിങ്ഡത്തിൽ വരുന്നതാണ് എന്ത്, മൊണീറോ. 5 കിങ്ഡത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, മൊണീറോ. മൊണീറയാണെന്ത്, ഒരേ ഒരു പ്രോകാരിയോട്ട്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരേ ഒരു സംഭവമാണ് എന്ത്, മൊണീറോ എന്നുള്ളത് ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ യൂക്കാരിയോട്ടിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. നിങ്ങൾ ഇത് ആദ്യം ഫസ്റ്റ് ഒന്ന് ചാർട്ട് നോക്കി മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് കൂടെ കേൾക്കുക, പിന്നീട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യൂക്കാരിയോട്ടിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. ഓൺലി യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് ഏതാണ്? പ്രോട്ടിസ്റ്റയാണ്. ഒരേ ഒരു സെല്ലുള്ള യൂക്കാരിയോട്ട് ആരാണ്? പ്രോട്ടിസ്റ്റയാണ്. അതായത് ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, അതുപോലെ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ളതും ഒരേ ഒരു സെല്ല് മാത്രമുള്ളതുമായിട്ടുള്ളതാണ് ഏത്? പ്രോട്ടിസ്റ്റ. ഇനി ന്യൂക്ലിയസ് ഉള്ളതും ഒരുപാട് സെൽസ് ഉള്ളതും, അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത്. അത് പ്ലാന്റേയും അനിമേലിയാണ്. അതിലെങ്ങനെയാണ് തരംതിരിക്കുന്നത്? സെൽ വാൾ ഉള്ളതും സെൽ വാൾ ഇല്ലാത്തതും. ഓക്കെ, മൾട്ടി സെല്ലുലാറിന് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൽ വാൾ ഉള്ളതും സെൽ വാൾ ഇല്ലാത്തതും. സെൽ വാൾ, മനുഷ്യനും ഈ പ്ലാന്റേയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. മനുഷ്യന് എന്തില്ല? അല്ലെങ്കിൽ അനിമേലിയ കാറ്റഗറിയിൽ എന്തില്ല? സെൽ വാൾ ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെൽസ് എന്ന് പറയുന്ന ഇനിയൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ അത് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ബേസിക് ആയിട്ട് അറിയേണ്ടതാണ് എന്ത്? പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്, അനിമൽസിന് സെൽ വാൾ ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് യൂക്കാരിയോട്ടിലെ മൾട്ടി സെല്ലുലാർ ആണ്. അതിൽ സെൽവാൾ ഉള്ളത് സെൽവാൾ ഇല്ലാത്തത് എന്ന് ക്ലാസിഫൈ ചെയ്തു. സെൽവാൾ ഉള്ളതില് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നതും ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാത്തതും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. ആരാണ് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റുക? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത് ആർക്കാണ്? പ്ലാന്റേക്ക് മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് പ്ലാന്റേക്കാണ്, പെർഫോം ചെയ്യാൻ പറ്റാത്തത് ഫംഗിക്കാണ്. അപ്പൊ ആ സെൽവാൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി സെൽവാൾ ഇല്ലാത്തത് ആർക്കാണ്? അനിമേലിയക്കാണെന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിലെ പ്രത്യേകത എന്താണ്? ഓൺലി പ്രോകാരിയോട്ടിക്. ഇത് നമ്മൾ പറഞ്ഞതാണ്, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്തത്. ഈ 5 കിങ്ഡത്തില് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുന്ന കാറ്റഗറി ഒന്നേ ഉള്ളൂ. അതേതാണ്? കിങ്ഡം മൊണീറയാണ്. ഓൺലി പ്രോകാരിയോട്ടിക്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരേ ഒരു ഈ 5 കിങ്ഡത്തിൽ വരുന്ന ഒന്നേ ഉള്ളൂ. അതേതാണ്? കിങ്ഡം മൊണീറയാണ്. ഒരേ ഒരു സെല്ലേ ഉള്ളൂ. യൂണിസെല്ലുലാർ ആണ് ആര്? മൊണീറ. ഈ മൊണീറ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് എന്ത്? മൊണീറ എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത്? ബാക്ടീരിയ. അപ്പം മൊണീറയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് എന്ത്? പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ചാല് യൂക്കാരിയോട്സ് ആണ്. നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് ഒന്നേ ഉള്ളൂ, അത് മൊണീറയാണ്. അത് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഫുൾ എന്താണ്? അതായത് പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ എല്ലാം എന്താണ്? യൂക്കാരിയോട്സ് ആണ്. ആ യൂക്കാരിയോട്സിൽ തന്നെ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ, അതാണ് ഇത് പ്രോട്ടിസ്റ്റ. ഓക്കെ, യൂക്കാരിയോട്സിൽ തന്നെ യൂണിസെല്ലുലർ ആയിട്ട് ഏതേ ഉള്ളൂ? അത് പ്രോട്ടിസ്റ്റയാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കൂടുതലും ഈ പ്രോട്ടിസ്റ്റ ഹെട്രോട്രോഫ്സ് ആണ്. ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുഡിന് വേണ്ടി നമ്മൾ പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആശ്രയിക്കേണ്ടവയാണ് എന്ത് പറയുന്നത്? ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതലും അക്വാറ്റിക് റിലേറ്റഡ് ആയിട്ടാണ്. അക്വാറ്റിക് ആണ് ഇവരുടെ എന്ത്? ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. യൂക്കാരിയോട്സ് ആണ്, യൂണിസെല്ലുലർ ആണ്, ഹെട്രോട്രോഫ്സ് ആയിരിക്കും, അതുപോലെ അക്വാറ്റിക് ഹാബിറ്റാറ്റിലാണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ എക്സാമ്പിൾസ് ഓഫ് പ്രോട്ടിസ്റ്റ നമ്മൾ കോമൺ ആയി കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്തൊക്കെയാണ്? അമീബി ഉണ്ട്, അതില് പ്ലാസ്മോഡിയം ഉണ്ട്, പാരമീസിയം ഉണ്ട്, ഡയറ്റംസ് ഉണ്ട്, ഫംഗി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അമീബിയ ഓർക്കുക. ഓക്കെ, അടുത്തതാണ് എന്ത്? കിങ്ഡം ഫംഗി. കിങ്ഡം ഫംഗി എന്ന് പറയുമ്പോൾ ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് ആദ്യം പറയുന്നത്. അതൊരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? മൈക്കോളജി. ഫംഗി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാം. എന്താണ്? അത് നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഫോട്ടോസിന്തസിസിന് എന്തുണ്ടാവില്ല? അതിന് കഴിവുണ്ടാവില്ല.
ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കില്ല. നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്ത് ഫംഗി എന്ന് പറയുന്നത്. കൂണ്, മഷ്റൂം, ഈസ്റ്റ്, മോൾസ് എല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫംഗിയിലാണ് വരുന്നത്. കൂടുതലായിട്ടും ഈ ഫംഗസ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശവന്തീനികൾ എന്ന് കേട്ടിട്ടുണ്ടാവും. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ശവന്തീനികൾ എന്നാണ്. അതായത് അത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അതെന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവയാണ് എന്ത്? ഫംഗി എന്ന് പറയുന്നത്. യൂക്കാരിയോട്ടിക് ആണ്. എന്താണ്? ന്യൂക്ലിയസ് ഉള്ളവയാണ്. മൾട്ടി സെല്ലുലാർ ആണ്. ഒരുപാട് സെൽസ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഏത്? ഫംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് ആണ്. അതായത് പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നവയാണ് എന്ത് പറയുന്നത്? ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫംഗിയിൽ തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സിന്റെ ഒരു സോഴ്സ് ആണ്. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫംഗികളുണ്ട്. പെൻസിലിനൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഫംഗിയിൽ വരുന്ന മറ്റൊന്നാണ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്താണ്? അവ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നാണ്? പ്ലാന്റ്സിനെയോ അനിമൽസിനെയോ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പാരസൈറ്റിക് പ്ലാന്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് മറ്റു പ്ലാന്റ്സിനെയോ അനിമൽസിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവരുടെ ഫുഡ് അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക, ജീവിക്കുക. അങ്ങനെയുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത്? പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫംഗീന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു കാറ്റഗറിയാണ് എന്ത്? പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റേ. പ്ലാന്റയുടെ പ്രത്യേകത എന്താ? മൾട്ടി സെല്ലുലാർ ആണ്. പ്ലാന്റ്സിന് കുറെ സെൽസ് ഉണ്ടല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. മൾട്ടി സെല്ലുലാർ ആണ് എന്ത്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താ? അത് ഓട്ടോട്രോഫിക് ആണ്. അതായത് സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കാൻ കഴിവുള്ളവയാണ് എന്ത്? പ്ലാന്റേ എന്ന് പറയുന്നത്. സ്വന്തമായി ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രക്രിയയിലൂടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ് എന്ത്? പ്ലാന്റേ. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഓട്ടോട്രോഫിക്. സെൽവാൾസ് ഉള്ളതാണ് എന്ത്? പ്ലാന്റേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്ലാന്റ്സും അനിമേലിയും, പ്ലാന്റേയും അനിമേലിയും തമ്മിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് തന്നെ എന്താണ്? പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽവാൾസ് ഉണ്ട്. അനിമൽസിന് എന്തില്ല? സെൽവാൾസ് ഇല്ല. ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് പ്ലാന്റ്സിന്, അല്ലേ? അപ്പൊ നമ്മൾ ഈ ചുറ്റും കാണുന്ന എല്ലാം എന്താണ്? കിങ്ഡം പ്ലാന്റേയിൽ വരുന്നതാണെന്നുള്ളത് ഓർക്കുക. അടുത്തതാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയയുടെ പ്രത്യേകത എന്താണ്? മൾട്ടി സെല്ലുലാർ. അതിൽ നമ്മൾ തന്നെയാണ് എക്സാമ്പിള്. ഹ്യൂമൻ ബീങ്സ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ കിങ്ഡം അനിമേലിയയുടെ അണ്ടറിൽ വരുന്നതാണ്. മൾട്ടി സെല്ലുലാർ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തുണ്ട്? ഒരുപാട് സെൽസ് ഉണ്ട്. മൾട്ടി സെല്ലുലാർ ആണ് നമ്മൾ. യൂക്കാരിയോട്ട് ഉണ്ട്. യൂക്കാരിയോട്ടിക് ആണ്. എന്താണ്? ന്യൂക്ലിയസ് ഉള്ളവയാണ് ആര്? അനിമേലിയയിൽ അണ്ടറിൽ വരുന്നവർ. ഓക്കെ. അതുപോലെ ഹെട്രോട്രോഫിക്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ ആർക്ക് കഴിവില്ല? ഈ കിങ്ഡം അനിമേലിയയിൽ വരുന്നവർക്ക് കഴിവില്ല. അവ എന്ത് ചെയ്യുന്നു? ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ് എന്ത് പറയുന്നത്? ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. ഫുഡ് ഡൈജഷൻ എന്നുള്ള കഴിവെല്ലാം ആർക്കുള്ളതാണ്? ഈ അനിമേലിയയിൽ വരുന്നവർക്കുള്ള കഴിവാണ്. സെൽവാള് ഉണ്ടാവില്ല. ഒരുപാട് തവണ പറഞ്ഞു, സെൽവാള് ഉണ്ടാവില്ല. എബിലിറ്റി ടു മൂവ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? കിങ്ഡം അനിമേലിയയിൽ വരുന്നത്. ഇനി നിങ്ങളെ ഓർത്തിട്ടുണ്ടാവും വൈറസ് എവിടെയും കണ്ടില്ലല്ലോ എന്നുള്ളത്. സോ വൈറസ് ഏത് കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ that they are not made up of living cells. ലിവിങ് സെൽസ് കൊണ്ട് ഉള്ള ഒരു ഓർഗാനിസം അല്ല എന്ത്? വൈറസ് എന്ന് പറയുന്നത്. ഒരു യുണീക്ക് കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഏത് കിങ്ഡത്തിലും എന്ത് ചെയ്തിട്ടില്ല? ഉൾപ്പെടുത്തിയിട്ടില്ല. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സോ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഫീഡ്ബാക്കിലൂടെ പറയുക, കമൻസിൽ പോസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.